നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒരു 2 സവാള ചേർത്തെടുക്കാം. 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒരു 3 ഇടാം കേട്ടോ. ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഒരു കുറച്ച് നേരിട്ടൊന്ന് വഴറ്റുക കേട്ടോ. അപ്പോൾ വേഗം ഒന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വഴറ്റാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാനിപ്പോൾ ഫ്രോസൺ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ രാത്രി കുതിർത്ത് വെച്ചാലും മതി. അപ്പോൾ പിന്നെ ഇതിലേക്കുള്ള പൊടികളാണ്. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇത് സവാള വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാനൊരു പാത്രത്തിൽ എല്ലാ പൊടികളും ഇട്ട് വെക്കും. അല്ലാതെ ഓരോന്നും നമ്മൾ മാറ്റിയിടാൻ നിൽക്കുമ്പോഴേക്കും ആദ്യം ഇട്ട പൊടി കരിയും. അതിലും ബെറ്റർ നമ്മളിങ്ങനെ പാത്രത്തിലെടുത്ത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്ക് അതിലേക്ക് കൊട്ടിയിടാൻ പറ്റും. ഞാൻ എപ്പോഴും എങ്ങനെയാണ് കേട്ടോ ചെയ്യണം. അപ്പം ഇന്ന് സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നതാണ് മീറ്റ് മസാല ഇടും കേട്ടോ. അതും നല്ല ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനത്തെ ഏതെങ്കിലും ഒന്നും ഇടുമ്പോൾ നമ്മൾ സാധാരണ മസാല പൊടിനെക്കാട്ടും നല്ലൊരു ഫ്ലേവർ അത് കൊടുക്കും. ഇനി ആ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ അളവ് ഞാൻ പറയാത്തത് എന്ന് വെച്ചാൽ ഗ്രീൻ പീസ് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് അളവ് അറിയാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം വെള്ളം ഒഴിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അതായത് നമ്മൾ മാഗിയുടെ കോക്കനട്ട് പൗഡർ കിട്ടുമല്ലോ, മിൽക്ക് പൗഡർ. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് അതൊഴിച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് നമ്മൾ തേങ്ങ ചിരണ്ടതിനെക്കാട്ടിയും സുഖം ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിക്കുന്നതാണല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളച്ച് വന്ന് കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലേക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റുള്ളതാണ്. സാധാരണ ഗ്രീൻ പീസ് കറി പോലെ ആയിരിക്കില്ല. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സിമ്പിളാണ്, പക്ഷെ നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ കറികൾ ഞാൻ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കാം. പിന്നെ ഞാനൊരു 1/2 സ്പൂണ് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ പൂരി, ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം അതിനൊക്കെ പറ്റിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ കറി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക്, അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മദംസ് ലിറ്റിൽ ഓവൻ. ബൈ.